Meet the editors. നമസ്കാരം. മീറ്റ് ദി എഡിറ്റേഴ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗവർണർക്കെതിരെ രാഷ്ട്രപതിയെ സമീപിച്ച സർക്കാർ. ഗവർണർ ഭരണഘടനാപരമായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി രാഷ്ട്രപതിക്ക് കത്തയച്ചു. തുടർച്ചയായി പ്രോട്ടോകോൾ ലംഘനം നടത്തുന്ന ഗവർണർ സംസ്ഥാനത്തെ ക്രമസമാധാന അന്തരീക്ഷം തകർക്കാൻ ശ്രമിക്കുന്നതാണ് കത്തിൽ ആരോപിച്ചിട്ടുണ്ട്. അക്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന മുഖ്യമന്ത്രി മറുപടി അർഹിക്കുന്നില്ല എന്നായിരുന്നു ഗവർണറുടെ പ്രതികരണം. സംസ്ഥാനത്തിന്റെ ഭരണചരിത്രത്തിൽ ഇതാദ്യമായാണ് സർക്കാർ ഗവർണർക്കെതിരെ രാഷ്ട്രപതിയെ സമീപിക്കുന്നത്. ഗവർണറുമായുള്ള ബന്ധം തീർത്തും വഷളായതോടെയാണ് സംസ്ഥാന സർക്കാർ കടുത്ത നടപടിയിലേക്ക് നീങ്ങിയത്. നിയമസഭ പാസാക്കുന്ന ബില്ലുകൾക്ക് അംഗീകാരം നൽകുക, മന്ത്രിസഭാ തീരുമാനങ്ങൾക്ക് അനുമതി നൽകുക തുടങ്ങിയ ഭരണഘടനാപരമായ ഉത്തരവാദിത്വങ്ങൾ ഗവർണർ നിറവേറ്റുന്നില്ല എന്നതാണ് രാഷ്ട്രപതിക്ക് അയച്ച കത്തിൽ പ്രധാനമായും ഉന്നയിച്ചിരിക്കുന്ന കാര്യം. ഗവർണർ പ്രോട്ടോകോൾ മര്യാദകൾ പാലിക്കുന്നില്ല, സംസ്ഥാനത്തെ ക്രമസമാധാന അന്തരീക്ഷം തകർക്കാൻ ബോധപൂർവം ശ്രമിക്കുന്നതായും കത്തിൽ ആരോപിക്കുന്നു. കേരളത്തിന്റെ സമാധാനപരമായ അന്തരീക്ഷം തകർക്കണം എന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തിൽ ഗവർണർ ഉൾപ്പെട്ടിരിക്കുന്നുവെന്ന് നേരത്തെ തന്നെയുള്ള അദ്ദേഹത്തിന്റെ ചെയ്തികൾ വ്യക്തമാകുന്നുണ്ട്. കേരളത്തിന്റെ സമാധാനപരമായ അന്തരീക്ഷത്തെ അത് തുറന്നു കൊണ്ടുപോകുന്നതിന് പറ്റുന്ന നിലപാടല്ല സ്വീകരിച്ചിട്ടുള്ളത്. സാധാരണ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാളുടെ പ്രതികരണ രീതിയല്ലത്. ഇപ്പോൾ നാട്ടിൽ പ്രകോപനം സൃഷ്ടിച്ച് സംഘർഷ അന്തരീക്ഷം ഉണ്ടാക്കുക, അതാണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് വ്യക്തമാണ്. സർക്കാരിന്റെ പരാതിക്ക് പ്രാധാന്യം കൽപ്പിക്കാതെയായിരുന്നു ഗവർണറുടെ മറുപടി. Man who is promoting the kind of violence and he's hiring gundas to attack my car. My car has been damaged or not damaged. Who were they? They were sent by him or by somebody else. With such a person, I don't want to join any issue. I don't want to reply to anything whatever he says. നിയമ നടപടിക്കൊപ്പം ഗവർണർക്കെതിരെ രാഷ്ട്രീയ പ്രതിരോധവും ശക്തമാക്കാനാണ് സർക്കാരിന്റെ തീരുമാനം. സത്യപ്രതിജ്ഞയും നയപ്രഖ്യാപനവും അടക്കമുള്ള ഗവർണറുടെ സാന്നിധ്യം വേണ്ട ചടങ്ങുകൾ നടക്കാനിരിക്കെ രാജ്ഭവന്റെ പുതിയ നീക്കങ്ങൾ എന്താകുമെന്നാണ് ഇനി അറിയാനുള്ളത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം. രാഷ്ട്രപതി കേൾക്കുമോ എന്നതാണ് ചോദ്യം. നികേഷ് കുമാർ, രാഷ്ട്രപതി സർക്കാരിന്റെ കത്തിൽ ഒരു തീരുമാനമെടുക്കാനുള്ള സാധ്യത എത്രത്തോളം കാണുന്നു? ഒരു സാധ്യതയുമില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. കാരണം രാഷ്ട്രപതി എന്നതിനപ്പുറത്തേക്ക് കേന്ദ്ര സർക്കാരിനാണ് സംസ്ഥാന സർക്കാർ കത്തയക്കുന്നത്. ആർട്ടിക്കിൾ 355 അനുസരിച്ച് ഭരണഘടനാ പ്രകാരം ഭരണഘടനാപരമായി മുന്നോട്ടു പോകാനുള്ള ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാരിനാണ്. ആ ഘട്ടത്തിലാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു ഭരണഘടനാ പ്രതിസന്ധി കേരളത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. ആ ഭരണഘടനാ പ്രതിസന്ധി ഒരു സ്റ്റെപ്പ് എന്നുള്ള നിലയിൽ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര സർക്കാരിനെ അറിയിക്കുക എന്നുള്ള ധർമ്മം നിർവഹിക്കുക മാത്രമാണ് ഇപ്പോൾ കേരള സർക്കാർ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നേരത്തെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ബില്ലിൽ ഒപ്പിടുന്നില്ല എന്നുള്ള വിഷയത്തിൽ ഭരണഘടനാപരമായ ഉത്തരവാദിത്തം നമ്മൾ നിർവഹിച്ചു. ഗവർണറും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള ഒരു തർക്കം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിലൊരു തർക്കം ഉണ്ടാകുമ്പോൾ സുപ്രീം കോടതിയെ സമീപിക്കുക എന്നുള്ളതാണ് ഭരണഘടന പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. രണ്ടാമത്തേത്, കേന്ദ്രം ആവശ്യമായിട്ടുള്ള സാമ്പത്തിക സഹായം ചെയ്യുന്നില്ല, അല്ലെങ്കിൽ സംസ്ഥാനത്തിന് ആവശ്യമായിട്ടുള്ള സാമ്പത്തികമായ ഒരു ഷെയറിംഗ് ഉണ്ടല്ലോ, കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും എന്നുള്ള ഷെയറിംഗ്, ആ ഷെയറിംഗ് നിർവഹിക്കുന്നില്ല എന്നുള്ള വിഷയവും ഇതിനകം തന്നെ സുപ്രീം കോടതിയിൽ എത്തിക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഗവർണർ തന്നെ ഇപ്പോൾ എല്ലാ ദിവസവും ഗവർണർ വിളിച്ചു പറയുകയാണ്, മുഖ്യമന്ത്രി ക്രിമിനൽ എന്ന് വിളിച്ചു പറയുകയാണ്. അപ്പോൾ അങ്ങനെ വിളിച്ചു പറയുന്ന ഒരു ഗവർണറെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിലെ ക്രമസമാധാന നില തകരാറിലാക്കാൻ ഗവർണർ തന്നെ റോഡിലിറങ്ങുന്നു എന്നുള്ളൊരവസ്ഥയുണ്ട്. നോക്കൂ, SFIയുടെ വിദ്യാർത്ഥികൾ അവരുന്നയിക്കുന്ന ആവശ്യത്തിൽ പ്രതിഷേധവുമായി വരുമ്പോൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹത്തിൻ്റെ കോൺവോയ് നിർത്തിച്ച് അദ്ദേഹം ഈ പറയുന്ന SFI വിദ്യാർത്ഥികളുടെ നേരെ തിരിഞ്ഞ് വലിയ നിലയിൽ അട്ടഹാസം മുഴക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല, എല്ലാ ദിവസവും ഇപ്പോൾ ഈ ഗവൺമെൻറ് ആരുടെയാണ്? ഗവർണറുടെ കൂടിയാണ് ഈ ഗവൺമെൻറ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എല്ലാ ദിവസവും മുഖ്യമന്ത്രിയെ ക്രിമിനൽ എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ സംസ്ഥാന മന്ത്രിസഭയെ ചീത്ത വിളിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒരു ഭരണഘടനാ പ്രതിസന്ധി ഇവിടെ ഉണ്ടാവുകയാണ്. ഇതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കാര്യം ഉണ്ടാവുമോ എന്നുള്ളതാണ് സ്മൃതിയുടെ ചോദ്യം. ഒരു കാര്യം ഉണ്ടാകാൻ പോകുന്നില്ല. നമ്മൾ രാഷ്ട്രപതി എന്ന് പറയുന്ന ഒരു പ്രതീകമാണ്.
രാഷ്ട്രപതിയുടെ അടുത്തേക്കാണ് നമ്മൾ ഈ പറയുന്ന പരാതി അയക്കുന്നതെങ്കിൽ തന്നെയും ആത്യന്തികമായി ഒരു ആഭ്യന്തര വകുപ്പിലെ ജോയിൻറ്റ് സെക്രട്ടറി ആയിരിക്കും ഈ പരാതി പരിശോധിക്കുക. അപ്പോൾ അമിത്ഷായുടെയും BJP-യുടെയും ആസൂത്രണ പ്രകാരമാണ് ഗവർണർ എന്ന പദവിയെ ഉപയോഗിച്ചുകൊണ്ട് പ്രതിപക്ഷ സംസ്ഥാനങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുന്നത് എന്നുള്ളതാണല്ലോ ആശയം. അങ്ങനെയുള്ളപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അയക്കുന്ന പരാതികളിൽ ഏതെങ്കിലും തരത്തിൽ ഒരു പരിഹാരമുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നോക്കൂ, ഇതിനപ്പുറത്തേക്ക് നാളെ ചില കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നുണ്ട്. ആ നാളെ ചില കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നതിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പടിയായി നമ്മൾ റെക്കോർഡ്സ് ഉണ്ടാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ റോഡിലിറങ്ങി വെല്ലുവിളിക്കുന്നു, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ ചീത്ത വിളിക്കുന്നു എന്നുള്ള നിലയിലേക്ക് മാത്രമായിരിക്കാം കാര്യങ്ങൾ പോയിട്ടുണ്ടാവുക. അതുകൊണ്ടായിരിക്കാം നമ്മൾ ഈ നിലയിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ അല്ലെങ്കിൽ അദ്ദേഹം ഭരണഘടനാപരമായ ഉത്തരവാദിത്തം നിർവഹിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്ര സർക്കാർ രാഷ്ട്രപതിക്ക് കത്തയച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിനെ കാര്യം അറിയിക്കുക എന്നുള്ളതാണ്. നാളെ എന്തും സംഭവിക്കാം. ഇപ്പം 370-ാം അനുച്ഛേദ പ്രകാരം ജമ്മു കശ്മീരിൻ്റെ പ്രത്യേക അവകാശം എടുത്തു കളഞ്ഞുകൊണ്ടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നടപടിയെ ചോദ്യം ചെയ്ത് സുപ്രീം കോടതി പോയപ്പോൾ എന്താ സംഭവിച്ചിട്ടുള്ളത്? സുപ്രീം കോടതി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കാതെ വിടുകയാണ് ചെയ്തിട്ടുള്ളത്. എങ്ങനെയാണ് ഒരു സ്റ്റേറ്റിനെ യൂണിയൻ ടെറിട്ടറിയാക്കി തരം താഴ്ത്താൻ കഴിയുക എന്നുള്ള നിർണായകമായ ചോദ്യത്തിന് മറുപടി നൽകിയിട്ടില്ല. അപ്പോൾ നാളെ ഒരുപക്ഷെ കേരളം എന്ന സംസ്ഥാനത്തെ ഒരു യൂണിയൻ ടെറിട്ടറിയാക്കാം. ഉദാഹരണത്തിന് ലക്ഷദ്വീപിനെയും വടക്കൻ കേരളത്തെയും ഒരു യൂണിയൻ ടെറിട്ടറിയാക്കി നിർത്തുകയും തെക്കൻ കേരളത്തിലെ നായന്മാരും ക്രിസ്ത്യാനികളും BJP-യെ ജയിപ്പിച്ചോളും എന്ന അടിസ്ഥാനത്തിൽ അതിനെ മാത്രം ഒരു സ്റ്റേറ്റാക്കി വെച്ചാൽ, അപ്പോൾ ആ നിലയിൽ സംഭവിച്ചുകൂടായികയില്ല. കാരണം ജമ്മു കാശ്മീരിൻ്റെ കാര്യത്തിനകത്ത് നമ്മൾ കണ്ടതാണ്. പച്ചയായിട്ടുള്ള നിയമലംഘനം, പച്ചയായിട്ടുള്ള ഒരു വിവേചനം ആ സംസ്ഥാനത്തിനോട് കാണിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് നാളെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് വേറൊരു ഐഡിയോളജി തന്നെ ഉള്ള ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം, ഇവിടെയുള്ള രണ്ട് ഐഡിയോളജിയും, ഇപ്പോൾ സെൻട്രിസ്റ്റ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും ലെഫ്റ്റ് CPM-നെ സംബന്ധിച്ചിടത്തോളം രണ്ടും BJP-യെ സംബന്ധിച്ചിടത്തോളം ചതുർത്ഥിയാണ്. അങ്ങനെ ഒരു ഐഡിയോളജി ഉള്ള ഒരു സംസ്ഥാനത്തെ നിലക്ക് നിർത്തുക, ഞാൻ കോട്ട് ആൻഡ് കോട്ട് നിലക്ക് നിർത്തുക എന്നുള്ളത് BJP നാളെ പരീക്ഷിക്കാൻ പോകുന്ന തന്ത്രമാണ്. അപ്പോൾ അവിടേക്ക് കാര്യങ്ങൾ നീങ്ങും എന്ന് കണ്ട് ഇപ്പോൾ തന്നെ കാര്യങ്ങളിൽ ഒരു വ്യക്തത വേണം എന്നുള്ളത്, അല്ലെങ്കിൽ ആ നിലയിൽ ഇന്ന് സംഭവിച്ച കാര്യങ്ങൾ എന്താണ് എന്ന് രേഖാമൂലമാക്കുക എന്നുള്ളതാണ് ചെയ്തത് എന്നാണ് പ്രാഥമികമായി എനിക്ക് പറയാനുള്ളത്. നികേഷ് പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ട് ഞാൻ പറയാം. ഇപ്പോൾ സംസ്ഥാന സർക്കാർ കൃത്യമായും ചെയ്തിരിക്കുന്നത് ഘട്ടമായ പ്രതിരോധം ഉയർത്തുക എന്നുള്ളതാണ്. അതിനകത്ത് ആദ്യത്തെ ഘട്ടമായിരുന്നു സുപ്രീം കോടതിയിലേക്ക് ഭരണഘടനാ പ്രതിസന്ധി ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ സർക്കാർ പോയത്. അതിൽ സർക്കാരിന് അനുകൂലമായിട്ടാണ് സുപ്രീം കോടതി നിലപാടെടുത്തത്. അപ്പോൾ എന്താണ് ഗവർണർ ചെയ്തത്? ആ ബില്ലുകളെല്ലാം കൂടി എടുത്ത് രാഷ്ട്രപതിക്ക് അയക്കുകയാണ് ചെയ്തത്. അതുകൂടി അവിടെ എല്ലാ നടപടികളും അവസാനിച്ചു. ഇനി രാഷ്ട്രപതി അതിൻ്റെ മേളിൽ തീരുമാനം എടുക്കണം. അതെപ്പോൾ സംഭവിക്കും എന്ന് നമുക്കറിയില്ല. പക്ഷേ അവിടെയല്ല പ്രശ്നം. സർക്കാർ മുൻകൂട്ടി ഇപ്പം നാളെ എന്താണ് സംഭവിക്കാനിരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് ഗവർണർ കൃത്യമായൊരു സൂചന ഈ അടുത്ത ദിവസങ്ങളിൽ നൽകുന്നുണ്ട്. അതിനെക്കുറിച്ച് സർക്കാർ വളരെ ബോധമുള്ളവരാണ്. എന്താണ് ആ സൂചന? അതാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത്. അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ ഗവൺമെൻറ്റിൻ്റെ ചീഫ് സെക്രട്ടറി നൽകിയ ഒരു സത്യവാങ്മൂലമാണ്. ആ സത്യവാങ്മൂലത്തിൽ സർക്കാരിന് നിത്യനിദാന ചെലവുകൾക്ക് തന്നെ പണം ഇല്ലാതെ കണ്ടെത്തേണ്ട സാഹചര്യമാണ് എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള സത്യവാങ്മൂലം കോടതിയിലെ ചീഫ് സെക്രട്ടറി സമർപ്പിച്ചത്? KTDFCയുടെ ഒരു ലോണിൻ്റെ ഗ്യാരണ്ടറാണ് ഈ പറയുന്ന സർക്കാർ. അത്രയും വലിയൊരു തുക ഇപ്പോൾ എടുത്തു കൊടുക്കാനില്ലെന്നും സംസ്ഥാന സർക്കാരിന് ചില സാമ്പത്തിക ബാധ്യതകളും പ്രതിസന്ധികളും ഉണ്ട് എന്നുമാണ് ആ സത്യവാങ്മൂലത്തിലൂടെ അദ്ദേഹം പറഞ്ഞത്. എന്നാൽ ആ സത്യവാങ്മൂലത്തെ എടുത്തുകൊണ്ട് സംസ്ഥാനത്തിൻ്റെ ധനമേഖല ആകെ പ്രതിസന്ധിയിലാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ബോധപൂർവമായൊരു ശ്രമം ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തുന്നുണ്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞ എല്ലാ ദിവസങ്ങളിലും ആവർത്തിച്ച് ഫിനാൻഷ്യൽ എമർജൻസി ഇപ്പോൾ ഏറ്റവും അവസാനം നമ്മൾ കേട്ട ബൈറ്റിലും പറയുന്നുണ്ട് സാമ്പത്തിക അടിയന്തരാവസ്ഥയിലേക്ക് പോകേണ്ട സാഹചര്യമാണ് സംസ്ഥാനത്തുണ്ടാകുന്നത് എന്ന്. എന്താണ് സാമ്പത്തിക അടിയന്തരാവസ്ഥ? ഇപ്പോൾ ആർട്ടിക്കിൾ 356 ഒന്നും പഴയതുപോലെ എടുത്ത് ഇവിടെ ഉപയോഗിക്കാൻ കഴിയില്ല. സുപ്രീം കോടതിയുടെ റിവ്യൂവിന് അത് ബാധകമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ജുഡീഷ്യൽ റിവ്യൂ എപ്പോഴും അതിന് പേരിൽ നടക്കും എന്നുള്ളതുകൊണ്ട് ഇപ്പം 356 പ്രയോഗിക്കാൻ കഴിയില്ല. അപ്പോൾ പിന്നെന്താണ് ചെയ്യുക? സാമ്പത്തിക അടിയന്തരാവസ്ഥ ആർട്ടിക്കിൾ 360 പ്രകാരമാണ് രാജ്യത്ത് നടപ്പാക്കുക. അങ്ങനെ നടപ്പാക്കിയ ഒരു ചരിത്രം നമുക്കില്ല. പക്ഷേ ഭരണഘടനയിൽ അങ്ങനെ ഒരു വകുപ്പുണ്ട്. ആർട്ടിക്കിൾ എവിടെയും നടന്നിട്ടില്ല. അപ്പോൾ ആർട്ടിക്കിൾ 360 എങ്ങനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ പിന്നെ ബജറ്റ് പാസ്സാക്കാൻ കഴിയില്ല സ്മൃതി കേരളത്തിന്. അതായത് ഒരു സംസ്ഥാനത്തിന് ബജറ്റ്
ബജറ്റ് പാസ്സാക്കാൻ കഴിയില്ല. അതിൻ്റെ എല്ലാ ധനകാര്യ വിനിയോഗങ്ങളും അത് സംബന്ധിച്ച് എല്ലാ തീരുമാനങ്ങളും എടുക്കുക കേന്ദ്ര സർക്കാരായിരിക്കും. പിന്നെ ഇതൊരു നോക്കുകുത്തി സർക്കാരാണ്. അതായത് ആർട്ടിക്കിൾ 356 നിങ്ങൾ പ്രയോഗിക്കുകയേ വേണ്ട, ആർട്ടിക്കിൾ 370 നിങ്ങൾ പ്രയോഗിക്കേണ്ട. നിങ്ങൾക്ക് അധികാരമുള്ള ഈ ധനവിനിയോഗം എന്ന് പറയുന്നതാണ്, പദ്ധതി നടത്തിപ്പാണ് ഒരു സർക്കാർ എന്ന് നമ്മൾ പറയുന്നത്. ആ പദ്ധതി നടത്തിപ്പ് മുഴുവൻ കേന്ദ്രം അങ്ങ് ഏറ്റെടുക്കും. കേന്ദ്രം ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു നോക്കുകുത്തി സർക്കാരായിട്ട് ഇത് മാറും. അപ്പോൾ സാമ്പത്തിക അടിയന്തരാവസ്ഥ എന്ന് പറഞ്ഞുകൊണ്ട് യഥാർത്ഥത്തിൽ ആരിഫ് മുഹമ്മദ് ഖാൻ ലക്ഷ്യം വെക്കുന്നത് കേന്ദ്രത്തിലേക്ക് ഇത്തരത്തിലൊരു റിപ്പോർട്ട് നൽകിക്കൊണ്ട് കേന്ദ്രത്തിന് നമ്മുടെ ഈ സംസ്ഥാനത്തെ ധനവിനിയോഗത്തിൻ്റെ എല്ലാ അധികാരവും നൽകുക എന്നുള്ള ഒരു നീക്കമാണ് നടത്തുന്നത്. അത് ബുദ്ധിപൂർവ്വം അദ്ദേഹം ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരായിട്ട് ഇപ്പോൾ ഓരോരോ പ്രതിരോധമായിട്ട് സർക്കാർ പടുത്തുയർത്തുന്നത്. മറ്റൊരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ ആദ്യഘട്ടം അവസാനിപ്പിക്കാം. നോക്കൂ, ആർട്ടിക്കിൾ 124 വകുപ്പ് അങ്ങോട്ട് ആവശ്യപ്പെട്ടതല്ലേ ഗവർണർ? 124 വകുപ്പ് ഈ പറയുന്ന ഈ SFIക്കെതിരായിട്ട് ചുമത്തണം എന്ന് പറയുന്നു. ഈ 124 വകുപ്പിന് വലിയ അപകടമുണ്ട്. ഈ പറയുന്ന പഞ്ചാബ് ഗവർണർ ഉണ്ടല്ലോ, പുരോഹിത് ഒരു കത്ത് അടുത്തിടെ പഞ്ചാബ് CM അയച്ചിരുന്നു. പഞ്ചാബ് CM അയച്ചിട്ട് പറഞ്ഞത് എന്താ അറിയാമോ? നിങ്ങൾ എൻ്റെ കത്തുകൾക്ക് മറുപടി നൽകുന്നില്ല എങ്കിൽ ഞാൻ ഈ സംസ്ഥാന സർക്കാരിനെ പിരിച്ചുവിടാനായിട്ട് നിങ്ങൾ നിർദ്ദേശിക്കും. കത്താണ് അത്, ഓപ്പൺ ലെറ്ററാണ്. ഞാൻ അങ്ങനെ ഒരു കത്ത് അങ്ങോട്ട് കേന്ദ്രത്തിലേക്ക് എഴുതാൻ പോവുകയാണ്. അതിന് ഞാൻ ഉപയോഗിക്കാൻ പോകുന്ന ആർട്ടിക്കിൾ വകുപ്പ് 124 ഈ 124 എന്ന് പറയുന്ന ആക്രമിക്കുമ്പോൾ മാത്രം ഉണ്ടാകുന്ന ഒരു സംഭവമല്ല. ഔദ്യോഗിക കൃത്യനിർവഹണത്തെ ഗവർണറുടെയോ രാഷ്ട്രപതിയുടെയോ ഔദ്യോഗിക കൃത്യനിർവഹണത്തെ തടസ്സപ്പെടുത്തി കഴിഞ്ഞാൽ അവിടെ അത് ഫിസിക്കലായിട്ട് വേണമെന്നില്ല. അതിപ്പോൾ ഈ കത്തുകൾക്ക് മറുപടി നൽകാതിരിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, വന്ന് കാണാതിരിക്കുക, ഇത്തരത്തിൽ. ഇപ്പോൾ നോക്കൂ, ഈ 124 പെട്ടെന്ന് ചുമത്താൻ രാജ്ഭവനാണ് ആവശ്യപ്പെടുന്നത്. അങ്ങനെ ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഈ പറയുന്ന പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു സൈഡിൽ കൂടി. അത് വളരെ ശ്രദ്ധാപൂർവ്വം ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ 124 ചുമത്തുകയും ചെയ്തുകൊണ്ട് ഇപ്പോൾ ഒരു കേസാണത്. അപ്പോൾ എങ്ങനെ വരിക? എന്താ വരിക? ഗവർണറുടെ ഔദ്യോഗിക കൃത്യനിർവഹണത്തെ തടസ്സപ്പെടുത്തുന്ന ഒരു ക്രമസമാധാന തകർച്ച സംസ്ഥാനത്തുണ്ടായിരിക്കുന്നു. പ്ലസ് സാമ്പത്തിക അടിയന്തരാവസ്ഥയ്ക്ക് യോജ്യമായ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കുന്നു. ഇങ്ങനെ ഒരു കേസ് വളരെ ബോധപൂർവം ആരിഫ് മുഹമ്മദ് ഖാൻ ബിൽഡ് ചെയ്യുന്നുണ്ട്. അത് സംസ്ഥാനം ഒന്നടങ്കം ശ്രദ്ധയോടെ കണ്ട് എതിർക്കേണ്ട ഒരു കാര്യമാണ്. കാരണം സംസ്ഥാനത്തിൻ്റെ പരമാധികാരത്തെ മുഴുവൻ അടിയറ വെക്കുന്ന ഒരു സാഹചര്യം മനഃപൂർവ്വമായി ക്രിയേറ്റ് ചെയ്യാൻ ഗവർണർ ശ്രമിക്കുമ്പോൾ അതിനെതിരായി നിൽക്കുക എന്നുള്ളത് ആത്മാഭിമാനമുള്ള എല്ലാ മലയാളികളും എടുക്കേണ്ട ഒരു തീരുമാനമാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോൾ അങ്ങനൊരു നീക്കമാണ് നടത്തുന്നത്. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇന്നിപ്പോൾ രാഷ്ട്രപതിക്ക് മാത്രമല്ല കേട്ടോ, കേന്ദ്രത്തിനും പ്രധാനമന്ത്രിക്കും കത്തയച്ചിട്ടുണ്ട്. ഈ പറയുന്ന ആൾ ഈ പണിയെല്ലാമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ കത്തിൻ്റെ ഉള്ളടക്കം നമുക്ക് മനസ്സിലായിട്ടില്ല, പുറത്തേക്ക് വന്നിട്ടില്ല. വരും ദിവസങ്ങളിൽ അത് പുറത്തു വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇങ്ങനൊരു നീക്കം വളരെ ആസൂത്രിതമായി രാജ്ഭവൻ നടത്തുന്നുണ്ട്. മലയാളികളെല്ലാം സസൂക്ഷ്മം ശ്രദ്ധിക്കേണ്ട ഒരു നീക്കമായിട്ടാണ് ഞാനതിനെ കാണുന്നത്. ശരി, ശ്രീ ആൻഡ്രൂ അഗസ്റ്റിൻ. സ്മൃതി, ഗവർണർ പ്രധാനമന്ത്രിക്കും രാഷ്ട്രപതിക്കും അയക്കാൻ പോകുകയാണ് എന്നുള്ളൊരു നിലപാടിലാണ് ഇരിക്കുന്നത്. അതിൽ പറയുന്ന രണ്ട് കാര്യങ്ങൾ എന്താണ്? ഒന്ന് പറയുന്നത് നമ്മുടെ അദ്ദേഹത്തിന് സുരക്ഷാ വീഴ്ചയുണ്ടായി, അതിന് DGPനോട് ലെറ്റർ അതിൻ്റെ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഗവർണർ. രണ്ടാമത്തെ കാര്യം, ഈ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിനെതിരെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളാനാണ് സർക്കാരിനോട് പറഞ്ഞിരിക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങളെയും മുൻകൂട്ടി കണ്ടിട്ടാണ് സർക്കാർ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും കത്തയച്ചിട്ടുള്ളത്. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താ? ഭരണഘടനാ പ്രകാരമുള്ള സാധ്യത നിറവേറ്റാൻ ഗവർണർ പരാജയപ്പെടുന്നുണ്ട്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ എന്താ പറയുന്നത്? നിരന്തരം പ്രോട്ടോക്കോൾ ലംഘനം നടത്തുന്നു ഗവർണർ. മൂന്നാമത്തെ എന്താ പറയുന്നത്? സംസ്ഥാനത്തെ ക്രമസമാധാന നില തകർക്കാൻ വേണ്ടിയിട്ട് ഗവർണർ ബോധപൂർവമായ ശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ്. നോക്കൂ, ഇതിലിപ്പോൾ എന്താണ് ഈ SFIയും ഗവർണറും തമ്മിലുണ്ടാകുന്ന ഇഷ്യൂ ഗവർണർ ബോധപൂർവം ഉണ്ടാക്കുന്നതാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഗവർണർക്ക് ഈ വകുപ്പ് 360 ആണെങ്കിലും 124ാമത്തെ വകുപ്പാണെങ്കിലും ഒക്കെ അതിലേക്ക് കൊണ്ടുവരാൻ കഴിയുള്ളൂ. സാധാരണ നമ്മൾ ഈ പഞ്ചാബിൽ പറഞ്ഞതുപോലെ ഒരു വകുപ്പ് എടുത്തിട്ട് കാര്യങ്ങൾ നടത്താനൊന്നും കേരളത്തിൽ അത്ര എളുപ്പമല്ല. കാരണം അത് നന്നായിട്ട് അറിയാവുന്ന ആളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞ 360ാമത്തെ വകുപ്പ്, ആർട്ടിക്കിൾ 360ഉം ഈ 124ാം വകുപ്പൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവർണർ നേരിട്ട് രംഗത്തേക്ക് ഇറങ്ങുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതിനെയെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് സർക്കാർ എന്ത് ചെയ്യുന്നത്, നേരിട്ട് ആദ്യം തന്നെ രാഷ്ട്രപതിക്കും അതുപോലെ തന്നെ പ്രധാനമന്ത്രിക്കും കേന്ദ്ര സർക്കാരിനൊക്കെ ലെറ്റർ അയക്കും. ഇനിയിപ്പോൾ നമുക്കത് നടന്നില്ലെങ്കിൽ നമുക്ക് കോടതി പോകാനുള്ള ഒരു മുന്നൊരുക്കം കൂടിയായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. കാരണം സുപ്രീം കോടതിനെ സമീപിക്കുക എന്നുള്ളത് മാത്രമേ നമ്മുടെ മുന്നിൽ മാർഗ്ഗമുള്ളൂ, അല്ലാതെ വേറെ മാർഗ്ഗം നമ്മുടെ മുന്നിലില്ല. അപ്പം ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞത് കറക്റ്റാണ്. കാരണം 360ാമത്തെ വകുപ്പിൻ്റെ പ്രശ്നം എന്താണ്? ഒരു സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ
ചെയ്യാൻ പറ്റുന്നത് കേന്ദ്രമാണ് സത്യം പറഞ്ഞാൽ കേരളം ഭരിക്കുക. അതെ അതെ അവർക്ക് നമ്മളെ ആൾക്കാർക്ക് റോളില്ല, നമ്മളിങ്ങനെ നോക്കുകുത്തിയായിരിക്കാം. കാരണം ഉണ്ണികൃഷ്ണൻ പറഞ്ഞതാണ് ഇത് കറക്റ്റ് കാര്യം. ഒന്നാമത്തെ കാര്യം എന്താണ്, ഇവിടെ ഉണ്ടാകുന്ന ഒരു സാമ്പത്തിക നീക്കങ്ങൾ ഒരു പദ്ധതി നമുക്ക് നടപ്പിലാക്കാൻ പറ്റില്ല. ഒരു സാമ്പത്തിക സംവിധാനം പറഞ്ഞ ശമ്പളം പോലും നമ്മൾക്കോട്ട് കൊടുക്കാൻ കഴിയില്ല. അത് ഇളക്കി കൊടുക്കുന്ന ആരായിരിക്കും? കേന്ദ്ര സർക്കാരായിരിക്കും. നമ്മളൊരു ശമ്പളം വേണേ വെട്ടിക്കുറയ്ക്കാം. അവർ എന്ത് തീരുമാനിക്കുന്നു അവരെന്ത് തീരുമാനിക്കുന്നു അതെല്ലാം ഇവിടെ നടപ്പിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ആ ഒരു സംവിധാനത്തിലേക്ക് ഗവർണർ പോകുമോ എന്നുള്ള ഒരു ആശങ്ക സർക്കാരിന് നേരത്തെ ഉണ്ട്. അതുകൊണ്ടാണ് പിണറായി വിജയൻ അക്കമിട്ട് കാര്യങ്ങൾ നേരത്തെ പറയുന്നത്. അക്കമിട്ട് ഇദ്ദേഹം എന്താണ് പ്രോട്ടോകോൾ ലംഘനം നടത്തുന്നു, സാമ്പത്തിക അവസ്ഥയെക്കുറിച്ച് പറയുന്നു, അതുപോലെ തന്നെ നടു റോട്ടിൽ ഇറങ്ങി ക്രമസമാധാന നില തകർക്കാൻ വേണ്ടി ഗവർണർ തന്നെ നേരിട്ട് ഇറങ്ങുന്നു അടക്കമുള്ള കാര്യങ്ങളാണ്. അതായത് ചെറിയ കാര്യമല്ല, ഗൗരവമില്ലാത്ത കാര്യങ്ങളല്ല, അതെല്ലാം ഗൗരവമുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നേരത്തെ തന്നെ ഇതെല്ലാം മുൻകൂട്ടി കൊണ്ട് കേന്ദ്ര സർക്കാരിനും പ്രധാനമന്ത്രിക്കും അതുപോലെ തന്നെ പ്രസിഡന്റിനും കേരളം കത്തയച്ചതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതൊരു നല്ല കാര്യമാണ്. അതെല്ലാം നമ്മുടെ മലയാളികൾ എന്ന നിലയ്ക്ക് സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ട കാര്യമാണ്. അത് അത്ര ചെറിയ കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല. ശരി, രാഷ്ട്രപതി കേൾക്കുമോ എന്നുള്ള ചോദ്യത്തിന് രാഷ്ട്രപതി കേൾക്കാൻ സാധ്യതയില്ല. കാരണം നേരത്തെയും മറ്റ് ചില സംസ്ഥാനങ്ങളും രാഷ്ട്രപതിക്ക് ഈ തരത്തിൽ ഗവർണർമാർ BJPക്ക് അനുകൂലമായി കേന്ദ്രത്തിന് അനുകൂലമായ നടപടിയെടുക്കുകയും അവിടെ ഭരിക്കാൻ അനുവദിക്കുകയും ചെയ്യാത്ത കാര്യത്തിൽ പരാതി നൽകിയിട്ടുണ്ട്. അത് കേട്ടിട്ടില്ല, പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ നിന്നും. ഇപ്പോൾ ഈ സർക്കാർ എടുത്തിരിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ പടിപടിയായ സ്റ്റെപ്പ് തന്നെയാണ്. ഇവിടെ ഭരിക്കാൻ അനുവദിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. പല ബില്ലുകളും തടഞ്ഞു വെക്കുക, ഒപ്പുവെക്കാതിരിക്കുക. അപ്പോൾ ആദ്യം കോടതിയിലേക്ക് പോകുന്നു, കോടതിയിൽ നിന്ന് അനുകൂലമായ ചില പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു, അപ്പോൾ അതെല്ലാം എടുത്ത് രാഷ്ട്രപതിക്ക് അയക്കുന്നു. അങ്ങനെ രാഷ്ട്രപതിക്ക് അയക്കാനും പാടില്ല. കാരണം രാഷ്ട്രപതിക്ക് അയക്കുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ആ ബില്ലിൽ തനിക്ക് അനുകൂലമായ നിലപാടില്ലെങ്കിൽ വേഗം തന്നെ രാഷ്ട്രപതിക്ക് അയക്കേണ്ടതുണ്ട്. അങ്ങനെ കുറേ കാലം വെച്ചിട്ട് അയക്കാൻ പറ്റില്ല. അതിലും ചട്ടലംഘനമുണ്ട്. അതുമേലൊന്നും രാഷ്ട്രപതിയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. പിന്നെ അസാധാരണമായ നടപടികളാണ് ഈ ഗവർണറുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. നമ്മൾ കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി ക്രമസമാധാന നില തകർക്കുന്നതിന് തുടക്കമിടുന്നു എന്നുള്ളൊരു വാർത്താക്കുറിപ്പ് കഴിഞ്ഞ ദിവസം രാജ്ഭവനിൽ നിന്ന് പുറത്തിറക്കിയിരുന്നു. ഇതൊന്നും ഇതിനു മുമ്പ് സംഭവിക്കാത്ത കാര്യങ്ങളാണ്. പിന്നെ സുരക്ഷാ വീഴ്ചയുമായി ബന്ധപ്പെട്ട് സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് റിപ്പോർട്ട് നൽകണമെന്ന് DGPയോട് ആവശ്യപ്പെടുന്നു. DGP അത് ചീഫ് സെക്രട്ടറിക്ക് സുരക്ഷാ വീഴ്ചയില്ല എന്ന കത്ത് നൽകുന്നു. പക്ഷേ ചീഫ് സെക്രട്ടറി അത് തൽക്കാലം ഗവർണർക്ക് കൊടുത്തിട്ടില്ല. ഈ നവകേരള സദസ്സ് അവസാനിച്ച ശേഷമൊക്കെയാണ് ആ നടപടികളിലേക്ക് കടക്കുക. അതിനു മുമ്പ് ഇതിലൊന്നും മറുപടി ലഭിച്ചിട്ടില്ല എന്നുള്ള പ്രതികരണം ഗവർണർ നടത്തുന്നുണ്ട്. ഇനി ഇപ്പോൾ ഈ പറഞ്ഞ ഈ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണമെന്നുള്ള ആവശ്യം വന്നത് എവിടെ നിന്നാണ്? സേവ് യൂണിവേഴ്സിറ്റി ഫോറം എന്നുള്ളൊരു സമര സംഘടന എപ്പോഴും സർക്കാരിനെതിരെ നിൽക്കുകയും സർക്കാരിനെ വിമർശിക്കുകയും കോടതിയിൽ പോവുകയൊക്കെ ചെയ്തിട്ടുള്ള സംഘടനയാണ്. ആ സംഘടനയുടെ ശശികുമാർ നൽകിയ പരാതിയാണ്. ആ പരാതി എടുത്തിട്ടാണ് അതിന്മേൽ സർക്കാരിൻ്റെ അഭിപ്രായം തേടി ഗവർണർ സർക്കാരിനെ അയച്ചിരിക്കുന്നത്. അതിൽ മറുപടി പറയേണ്ട കാര്യമുണ്ടോ എന്ന് സർക്കാർ ആലോചിക്കുന്നുണ്ടാകും സ്വാഭാവികമായും. ഈ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ട സാഹചര്യം കേരളത്തിനുണ്ട് എന്ന് ആവർത്തിച്ച് ഗവർണർ ഇങ്ങനെ മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോൾ പറയുന്നുണ്ട്. പക്ഷേ എനിക്കറിയാനായത്, രാജ്ഭവനിൽ നിന്നും ഇത് അറിയാനാവുന്നത്, ഇങ്ങനെയൊരു ആവശ്യം കേന്ദ്രത്തിന് മുന്നാകെ ഗവർണർ സമർപ്പിക്കില്ല എന്നാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയാണെങ്കിൽ സ്വാഭാവികമായി നേരത്തെ പറഞ്ഞതുപോലെ കേന്ദ്രത്തിന് ഇടപെടേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ കേന്ദ്രത്തിന് ഇവിടെ പണം ചെലവാക്കേണ്ടി വരും. കേന്ദ്രം വിഹിതം നൽകുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം. അല്ല, അങ്ങനെ ഒരു വിഷയം കൂടിയുണ്ട്. ആന്റോ അഗസ്റ്റിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് ഇന്ന് കിട്ടുന്ന ഒരു ആനുകൂല്യവും കേന്ദ്ര സർക്കാർ ഈ സാമ്പത്തിക അടിയന്തരാവസ്ഥയുടെ കാലഘട്ടത്തിൽ ചെലവഴിക്കേണ്ടി വരില്ല എന്നുള്ളതാണ്. അതായത് ഒരു ജീവനക്കാരെ കട്ട് ഷോട്ട് ചെയ്യാം, ഒന്ന് നിങ്ങൾക്ക് പെൻഷൻ നൽകണ്ട എന്ന് തീരുമാനിക്കാം, ക്ഷേമ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നിർത്തിവെക്കാം. അല്ല, അത്രയും ഒരു എക്സ്ട്രീമായൊരു തീരുമാനത്തിലേക്ക് സ്വാഭാവികമായും കേന്ദ്ര സർക്കാർ പോവില്ല. കാരണം ഇവിടെയും തെരഞ്ഞെടുപ്പ് വരികയും ഇവിടെയെങ്കിലും ഇനി ഏതെങ്കിലും ഘട്ടത്തിൽ ജയിക്കണമെന്നൊക്കെയുള്ള പ്രതീക്ഷയോടെ തന്നെയല്ലേ നിൽക്കുന്നത്. അങ്ങനെ എക്സ്ട്രീമായ ഒരു തീരുമാനത്തിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം കേരളത്തെ സംബന്ധിച്ചില്ല. അല്ല, രാജ്ഭവനിൽ നിന്ന് അറിയാനുള്ള കാര്യമാണ് ഇപ്പൊ ചെയ്യുന്നില്ല. അതിന്റെ കാരണം ഇതാണ്, ചെയ്യാതിരിക്കാനുള്ള കാരണം ഇതാണ്. അല്ലെങ്കിലും സ്മൃതി, സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണമെങ്കിൽ അതിന് ചില ക്രൈറ്റീരിയാസ് ഉണ്ട്. ആ ക്രൈറ്റീരിയാസ് ഒന്നും ഈ ഗവർണർ വിചാരിച്ചാൽ ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്ന ശശികുമാറിന്റെ പരാതി എന്ന് പറയുമ്പോൾ അതും രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടി ഗവർണർ തീരുമാനം എടുക്കാൻ പോകുന്നതും രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടി. അത് ഉണ്ണി പറഞ്ഞതുപോലെ തന്നെ ആ ക്രൈറ്റീരിയ പൂർത്തിയാക്കിയാലല്ലേ നിങ്ങൾക്ക് പറ്റുള്ളൂ, നിയമപരമായ ഹേഡിൽ ചാടിക്കിടക്കാൻ കഴിയും. സ്മൃതി, അതൊരു ചർച്ചയിലേക്ക് പോകുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്. ഇപ്പൊ ഒന്നാമത്തെ കാര്യം വെച്ചാൽ, ഒരു സംസ്ഥാനം അത് ഭയങ്കര കടക്കണിയിലായി പോയാൽ നമുക്ക് ആ സംസ്ഥാനത്ത് ധനകാര്യ പ്രതിസന്ധി ഉണ്ട് എന്ന് പറയാം. ഇവിടെ ഇപ്പൊ എളമരം കരീം രാജ്യസഭയിൽ ഒരു ചോദ്യം ചോദിച്ചു, സംസ്ഥാന സർക്കാരിന്റെ കടമെടുപ്പ് പരിധി വർദ്ധിപ്പിക്കാൻ കഴിയുമോ എന്ന്. നിർമ്മലാ സീതാരാമൻ അതിന് മറുപടി പറഞ്ഞു, കഴിയില്ല എന്ന്.
അതിൻ്റെ ഇംപ്ലിസിറ്റായ അർത്ഥം എന്താ? നമ്മൾ വായ്പാ പരിധിക്കുള്ളിൽ നിന്നാണ് കടമെടുത്തതെന്ന് കേന്ദ്ര സർക്കാർ സമ്മതിക്കുകയല്ലേ ചെയ്യുന്നത്. അതായത് ആ പരിധി ഉയർത്താൻ കഴിയില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്ന പരിധിയുടെ കടം നിങ്ങൾ എടുത്തിരിക്കുന്നു, ഇനി നിങ്ങൾക്ക് എടുക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ വലിയ കടക്കണിയിൽ പെട്ടു എന്ന് പറയാൻ കഴിയില്ല. 2, ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ തനതു വരുമാനം വർദ്ധിപ്പിച്ചിട്ടുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ് സ്മൃതി കേരളം. 70% കേരളത്തിൻ്റെ തനതു വരുമാനമാണ്. ഇനി മൂന്നാമത്തെ കാര്യം, നികുതി പിരിവിൽ വലിയ രീതിയിൽ വീഴ്ച വരുത്തുക. അക്കാര്യത്തിലും കേരളം ഒരു മാതൃകയാണ്. നമുക്ക് വേറെ ചില കുറ്റങ്ങളുണ്ട്. നമ്മുടെ നികുതി പിരിവ് കാര്യക്ഷമമല്ല എന്നൊക്കെ നമ്മൾ സംസ്ഥാനത്ത് പറയുമ്പോൾ പോലും മറ്റ് സംസ്ഥാനങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ കേരളം അസൂയാവഹമായ രീതിയിൽ നികുതി പിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ചില ക്രൈറ്റീരിയാസ് ഫുൾഫിൽ ചെയ്താലേ ഈ തനത് നികുതിയിൽ 25% വർധനമുണ്ട്. ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരു സാമ്പത്തിക അടിയന്തരാവസ്ഥയുടെ ഒരു സാഹചര്യം യഥാർത്ഥത്തിൽ കേരളത്തിലില്ല. പക്ഷേ ഈ ഒരു ഭീഷണി വെച്ചുകൊണ്ട് ഇപ്പോൾ ഗവർണർ ഇപ്പോൾ ഏത് ഘട്ടത്തിൽ നമ്മളിപ്പോൾ നോക്കൂ, ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് 356 വകുപ്പ് പ്രയോഗിച്ചിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ അത് വാണ്ടഡായ ഒരു സിറ്റുവേഷനിലായിരുന്നു അല്ലല്ലോ. ഒരു റിപ്പോർട്ട് ഇപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വാങ്ങിക്കും, ഗവർണറൊക്കെ ഒന്ന് വാങ്ങിച്ചിട്ട് ഇന്ത്യൻ സർക്കാരിൻ്റെ താല്പര്യമില്ലാത്തൊരു സർക്കാർ ഉള്ളപ്പം അപ്പോൾ ഒരു റിപ്പോർട്ട് ഇങ്ങോട്ട് വാങ്ങിക്കുന്നു, എന്നിട്ട് അങ്ങ് നടപ്പാക്കുന്നു. ആ രീതിയിൽ വേണമെങ്കിൽ ഈ പറയുന്ന ഗവൺമെൻറ്റിന് 360 വകുപ്പ് പ്രകാരം സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാം. അങ്ങനെ പ്രഖ്യാപിക്കുമ്പോൾ ഈ സ്മൃതി പറയുന്നത് പോലെ ഇവിടെ വലിയ പ്രതിസന്ധിയൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല. പക്ഷേ അധികാര മാതൃകയിലാണ് സ്മൃതി. അവിടെയാണല്ലോ പ്രശ്നം. ഞാനിതൊക്കെ ചെയ്യുന്നത്, ഞാനിപ്പോൾ കട്ട് ഷോട്ട് ചെയ്യാൻ പോകുന്നില്ല ആളുകളെ, ഞാൻ ആർക്കും പെൻഷൻ മുടക്കാൻ പോകുന്നില്ല, ഞാൻ നിങ്ങളുടെ പദ്ധതി നടത്തിപ്പ് മുടക്കാൻ പോകുന്നില്ല, ഞാൻ നിങ്ങളുടെ നെല്ല് സംഭരണം പിടിച്ചു വയ്ക്കാൻ പോകുന്നില്ല. ഇതെല്ലാം ചെയ്യും. പക്ഷേ ചെയ്യുന്നതാരാണ്? കേന്ദ്ര സർക്കാരാണ്. അതായത് നിങ്ങളെ ഒരു പാവ സർക്കാരായി അവിടെ നിർത്തിയിട്ട് നിങ്ങൾ കഴിവുകെട്ടവന്മാരാണ്, നിങ്ങൾക്ക് ഒരു കാര്യവും ചെയ്യാൻ പ്രാപ്തിയില്ല, അതുകൊണ്ട് ഈ സംസ്ഥാനം ഇതാ സാമ്പത്തിക ബുദ്ധിമുട്ടിലേക്ക് പോയിരിക്കുന്നു, ഇനി ഞങ്ങൾ നടത്തി കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ടൊരു പവർ, ഒരു ഓട്ടോക്രസിയാണത്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഏകാധിപത്യ പ്രവണതയാണ്. അതൊരു പരമാധികാര സ്വഭാവമാണ്. ആ സ്വഭാവത്തിൽ ഈ സംസ്ഥാനത്തെ കൊണ്ടുപോയി ആക്കാനായിട്ടുള്ളൊരു ശ്രമം ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടാകുകയാണ് എങ്കിൽ അതിനുള്ളൊരു ഭീഷണിയാണല്ലോ മൂപ്പരി ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ 360 പിന്നെ ഈ പറയുന്ന 124 അതിനെ ഒറ്റക്കെട്ടായി നിന്ന് കേരളം ചേർക്കേണ്ടതുണ്ട്. കാരണം അത്തരത്തിലൊരു സാഹചര്യം യഥാർത്ഥത്തിൽ കേരളത്തിലില്ല. അതാണ് പ്രശ്നം. ശരി, ഏതായാലും ഈ സങ്കീർണമായ സാഹചര്യം തുടരും. ഇനിയിപ്പോൾ നയപ്രഖ്യാപന പ്രസംഗം വരാനിരിക്കുന്നു. നമുക്കറിയാലോ, ഒരു തവണ നയപ്രഖ്യാപന പ്രസംഗം എങ്ങനെയൊക്കെ തടസ്സപ്പെടുത്താൻ നോക്കി. അപ്പോൾ ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണറോടുള്ള കൃത്യമായ എതിർപ്പ് സർക്കാർ അതിൽ ചേർക്കും. അത് ഗവർണർ വായിക്കുമോ എന്നുള്ള സാഹചര്യം കൂടി നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ വായിച്ചില്ലെങ്കിലും അത് നിയമസഭയിൽ വെച്ചാൽ അത് വായിച്ചതുപോലെ തന്നെ ആണ്. പക്ഷേ നമുക്ക് നാടകീയമായ സംഭവങ്ങൾ പ്രതീക്ഷിക്കാം. ഏതായാലും രാഷ്ട്രപതി കേൾക്കുമോ എന്നതായിരുന്നു ചോദ്യം. രാഷ്ട്രപതി കേൾക്കില്ല എന്ന് 4 പേരും ഒരുപോലെ അഭിപ്രായപ്പെട്ടു. Meet the editors.